കാണിച്ചില്ല മര്യാദക്ക്. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ആകൃസ്ഥാനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റാണ് ഉണ്ടാക്കണേ. അതിന് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു മരത്തിൻ്റെ പീസാണ്. പിന്നെ അതിൽ ഞാൻ കുറച്ച് അക്രിലിക് പെയിൻറ്റ് ബ്രൗൺ കളറ് അടിച്ചു കൊടുക്കുകയാണ്. സത്യത്തിൽ അത് ഇത്തിരി തീർന്നു പോയായിരുന്നു. അപ്പോൾ ഞാനത് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഉണക്കാൻ വയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ടിന്നോ അല്ലെങ്കിൽ കുപ്പിയോ എന്തെങ്കിലും ആണ്. ഇത് ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ജൂട്ട് റോപ്പാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഫ്ലവർ ബാസ്ക്കറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ജൂട്ട് റോപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കമ്പിയാണ്. ഇത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടി ഇതുപോലെ ജൂട്ട് റോപ്പ് ചുറ്റിക്കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റിൽ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരും ചെയ്യുന്നവരും ഒരു ഗ്ലൂ ഗൺ മേടിക്കാൻ ശ്രമിക്കുക. വലിയ വിലയൊന്നുമില്ല, 100 റുപ്പീസൊക്കെ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടാനൊക്കെ വളരെ എളുപ്പമാണിത്. പക്ഷേ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കാനാണെങ്കിൽ നമുക്കിത് പറ്റില്ല. അങ്ങനെ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 കുൽഫി സ്റ്റിക്കാണ്. ഈ കുൽഫി സ്റ്റിക്ക് നമ്മൾ ഈ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന മരത്തിൻ്റെ പീസിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കുൽഫി സ്റ്റിക്കൊക്കെ നമ്മൾ കുൽഫി മേടിക്കുമ്പോൾ കിട്ടുന്നതാട്ടോ. ബാംബൂ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ക്രാഫ്റ്റ് ഷോപ്പിൽ ചോദിച്ചാൽ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ കിട്ടും. വലിയ വിലയൊന്നുമില്ല, ഒത്തിരി എണ്ണം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കുൽഫി സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് രണ്ടാമത്തെ കുൽഫി സ്റ്റിക്ക് ഞാൻ ഇതുപോലെ ജൂട്ട് റോപ്പ് വെച്ചിട്ട് ചുറ്റിക്കൊടുക്കുകയാണ്. ചുറ്റി നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ടൈറ്റായി കെട്ടിക്കൊടുക്കുക. ഇനി ലീഫിൻ്റെ ഡിസൈനിലുള്ള ജൂട്ട് റോപ്പ് ഞാൻ ഇതുപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് ഈ സ്റ്റിക്ക് മേലെ കൂടി ചുറ്റിക്കൊടുക്കുകയാണ്. ഇതുപോലത്തെ ജൂട്ട് റോപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വൂളൻ ത്രെഡ് ഗ്രീൻ കളറ് ചുറ്റിക്കൊടുത്താലും മതി. ഇതുപോലെ ഉള്ള ജൂട്ട് റോപ്പ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ മേടിച്ച് വെച്ചതാണ്, നേരത്തെ മേടിച്ച് വെച്ചതാണ്. ആവശ്യത്തിനുള്ളത്ര ചുറ്റിയിട്ട് ഞാൻ ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റിനുള്ള സ്റ്റാൻഡ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാസ്ക്കറ്റിലേക്കുള്ള ഫ്ലവറാണ്. അതിനായിട്ട് 2 കളറ് ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഉണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റ് വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റെം വയറാണ്. ഈ സ്റ്റെം വയറുമേലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യെല്ലോ പേപ്പർ ആദ്യം ഗം ചെയ്ത് ചുറ്റിക്കൊടുക്കുക. അതിന് ശേഷം വയലറ്റ് കളറ് പേപ്പർ
ഗം ചെയ്ത് ചുറ്റി കൊടുക്കും. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ എണ്ണ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഞാനിതുപോലൊരു സ്പോഞ്ച് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ഫ്ലവറായിട്ട് അതിലേക്ക് കുത്തി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ് റെഡിയാക്കിയാണ്. എങ്ങനെയുണ്ട്, ക്യൂട്ടല്ലേ കാണാനായിട്ട്? നമുക്കിതിനെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡിലേക്കൊന്ന് തൂക്കിയിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ് സ്റ്റാൻഡ് റെഡിയാക്കിയാണ്. വളരെ സിമ്പിളല്ലേ? എല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.